ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈൻ വൈസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇല്ലുസ്ട്രേഷൻ 2 ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ ഇല്ലുസ്ട്രേഷൻ 2 ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ P&L അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st December 2012. ഗ്രോസ് പ്രോഫിറ്റ് 82,000, സാലറീസ് 8,000, റെൻറ്റ് 4,000, ഇൻഷുറൻസ് 800, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1,000, കമ്മീഷൻ റിസീവ്ഡ് 2,000, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 500, ഡിസ്കൗണ്ട് റിസീവ്ഡ് 400, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം 600, റിപ്പയർ 300, ഡിപ്രിസിയേഷൻ 600, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 400. അപ്പോൾ നമ്മളോട് എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിച്ചു P&L അക്കൗണ്ടിന് രണ്ട് സൈഡുണ്ട്, ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോളംസ് വരയ്ക്കുക, ഒരു ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം. ഇനി നമുക്ക് ഹെഡിങ് കൊടുക്കാം. എങ്ങനെയാണ് കൊടുക്കുന്നത്? P&L അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2012. നമ്മളെന്താ പഠിച്ചത്? ഡെബിറ്റിനകത്ത് എല്ലാ എക്സ്പെൻസസും വരും, അതേപോലെ നമ്മുടെ ഗ്രോസ് ലോസ് ഉണ്ടെങ്കിൽ അത് എഴുതും. നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എന്താ എഴുതുന്നത്? എല്ലാ ഇൻകംസും എഴുതും, അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡിൽ എടുക്കാം. അതിനകത്ത് നമുക്ക് ഗ്രോസ് ലോസ് ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ ബാക്കി നമുക്ക് എക്സ്പെൻസസ് എല്ലാം എഴുതാം. ഇതൊക്കെ എക്സ്പെൻസ് ആണുള്ളത്. സാലറീസ് 8,000 രൂപ, റെൻറ്റ് 4,000 രൂപ, ഇൻഷുറൻസ് 800 രൂപ, ഇൻട്രസ്റ്റ് ഓൺ ലോണ് 1,000, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം 600, റിപ്പയർ 300, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 400, ഡിപ്രിസിയേഷൻ 600. ഇനി നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ പോകാം. അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് ആദ്യം എഴുതുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതണം? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 82,000 രൂപ എഴുതി. ഈ നമ്മുടെ ഇൻകംസ് എല്ലാം എഴുതുക. ഇൻകംസ് എന്തൊക്കെയാണുള്ളത്? കമ്മീഷൻ റിസീവ്ഡ് ഒരു 2,000 ഉണ്ട്, പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് 500 ഉണ്ട്, ഡിസ്കൗണ്ട് റിസീവ്ഡ് 400. അപ്പം നമ്മുടെ എക്സ്പെൻസസും ഇൻകംസും നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ട് ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കാം. നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ, 84,900 വരും. അപ്പോൾ 84,900 നമ്മൾ രണ്ട് സൈഡും എഴുതി. ഇനി അതിൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ 8,000, 4,000, 800, 1,000, 600, 300, 400, 600 ഇത്ര എമൗണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 69,200 രൂപ. അപ്പോൾ അതിന് നേരെ എന്ത് എഴുതണം? നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ P&L അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുമ്പോഴും അതിന് നേരെ ഒരു ടിക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതൊക്കെ ഐറ്റംസ് നമ്മൾ എടുത്തില്ല. അപ്പം ഓരോ ഐറ്റംസും നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ടിക്ക് ഇടുവാണെങ്കിൽ നമുക്കത് ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്